ക്രൈം ത്രില്ലർ സിനിമകളെ പോലും വെല്ലുന്ന തിരക്കഥ, കൃത്യമായ ആസൂത്രണം. കൊല്ലത്ത് വനിതാ ബാങ്ക് മാനേജരും കൊട്ടേഷൻ സംഘങ്ങളും ചേർന്ന് വയോധികനെ കൊലപ്പെടുത്തിയ കേസ് ഞെട്ടിപ്പിക്കുന്നതാണ്. നാളുകൾ നീണ്ട ആസൂത്രണത്തിലാണ് പ്രതികളായ സരിതയും സംഘവും മുൻ BSNL ഉദ്യോഗസ്ഥൻ പാപ്പച്ചനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയത്. കുടുംബാംഗങ്ങളോട് പാപ്പച്ചൻ പുലർത്തിയിരുന്ന അകലം സരിത അദ്ദേഹത്തോട് അടുക്കാനുള്ള അവസരമാക്കി. പിന്നീട് ആ പണം തിരികെ കൊടുക്കാതിരിക്കാൻ കൊലപാതകവും. പാപ്പച്ചൻ കൊല്ലപ്പെട്ടതിൻ്റെ തലേ ദിവസം അക്കൗണ്ടിൽ നിന്ന് ഇവർ 14 ലക്ഷം രൂപ കൃത്രിമം കാട്ടി പിൻവലിച്ചതായും കണ്ടെത്തി. BSNL മുൻ അസിസ്റ്റന്റ് ജനറൽ മാനേജറായ C. പാപ്പച്ചൻ ഉയർന്ന സാമ്പത്തിക സ്ഥിതിയുണ്ടെങ്കിലും ലളിത ജീവിതമാണ് നയിച്ചിരുന്നത്. മിക്കപ്പോഴും നിക്ഷേപം സംബന്ധിച്ച വിവരങ്ങൾ അന്വേഷിക്കാൻ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ എത്തിയിരുന്നു. അപ്പോഴെല്ലാം ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് കൂടുതൽ പണം നിക്ഷേപിക്കാൻ മാനേജറായ സരിത അദ്ദേഹത്തെ നിർബന്ധിച്ചു. പാപ്പച്ചനിൽ നിന്ന് ചെക്കുകളും വാങ്ങി. ഈ ചെക്ക് ഉപയോഗിച്ച് ധനകാര്യ സ്ഥാപനത്തിൽ ഇട്ടിരുന്ന 36 ലക്ഷം രൂപയിൽ 6 ലക്ഷം രൂപ സരിത വായ്പയായി എടുത്തു. പിന്നീട് 5 ലക്ഷവും പിൻവലിച്ചു. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ഉണ്ടായിരുന്ന 14 ലക്ഷം രൂപയും പിൻവലിപ്പിച്ചു. സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഉണ്ടായിരുന്ന 26 ലക്ഷവും കൈക്കലാക്കി. പാപ്പച്ചന്റെ അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കപ്പെട്ട തുകകൾ 70 ലക്ഷത്തോളം വരുമെന്നാണ് പോലീസിന്റെ കണക്ക്. പണം നഷ്ടപ്പെട്ടതായ പാപ്പച്ചന്റെ പരാതിയെ തുടർന്ന് സരിത ജോലി ചെയ്തിരുന്ന ധനകാര്യ സ്ഥാപനത്തിന്റെ അധികൃതർ കണക്കുകൾ പരിശോധിച്ചപ്പോൾ മറ്റ് 7 പേരുടെ അക്കൗണ്ടുകളിൽ നിന്നും പണം നഷ്ടപ്പെട്ടതായി ബോധ്യപ്പെട്ടു. വയോധികരുടെ പണമാണ് കൂടുതലും പിൻവലിക്കപ്പെട്ടത്. ഈ വിവരം സ്ഥാപന അധികൃതർ പുറത്തുവിട്ടില്ല. ചെറിയ തുകകളായിരുന്നതിനാൽ മറ്റ് നിക്ഷേപകർക്കെല്ലാം പണം മടക്കി നൽകി. ഈ തുകകളെല്ലാം തിരിച്ചടയ്ക്കണമെന്നും അല്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും സരിതയെ അറിയിച്ചു. പാപ്പച്ചന്റേതടക്കമുള്ള പണം തിരികെ നൽകാൻ കഴിയില്ലെന്ന് ഉറപ്പായതോടെയാണ് സരിത കൊലപാതകം ആസൂത്രണം ചെയ്തത്. പാപ്പച്ചൻ മരിക്കുന്നതിന് തലേദിവസം അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്നും 14 ലക്ഷം രൂപ നഷ്ടമായിട്ടുണ്ട്. സരിതയുടെ നേതൃത്വത്തിൽ കൃത്രിമം കാട്ടിയാണ് ഈ പണവും പിൻവലിച്ചതെന്നാണ് പോലീസ് നിഗമനം. ഇതിനകത്ത് ഒരു മാസത്തിന്റെ ഫോളോ അപ്പിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. ഇതിനകത്ത് പഴയ SHOയും പഴയ ദിൽജീത് SI, ദിപ്പിൻ SI, ഇലക്ഷൻ സമയത്ത് വരുന്ന ഹരിലാൽ SHOയും അവരുടെയും നല്ല ഫോളോ അപ്പിന്റെ ഫലമാണ് ഇന്ന് കിട്ടിയത്. മെയ് 23 ഉച്ചയ്ക്ക് 12:30 കാറിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ പാപ്പച്ചൻ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് പിറ്റേന്ന് മരിച്ചത്. പിതാവിന്റെ മരണശേഷം ബാങ്ക് നിക്ഷേപത്തെക്കുറിച്ച് മക്കൾ അന്വേഷണം നടത്തിയപ്പോഴാണ് കാർ അപകടത്തെക്കുറിച്ച് സംശയം തോന്നിയത്. പാപ്പച്ചന് ബാങ്ക് ലോൺ ഉണ്ടായിരുന്നു എന്ന വിവരം സംശയം വർദ്ധിപ്പിച്ചു. 1 ലക്ഷത്തോളം പാപ്പച്ചന് പെൻഷൻ ലഭിച്ചിരുന്നു. ഇതിനു പുറമെ ഓഹരി നിക്ഷേപവും മറ്റ് നിക്ഷേപങ്ങളും ഉണ്ടായിരുന്നു. ബാങ്കിൽ അന്വേഷിച്ചപ്പോൾ സരിതയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയതോടെയാണ് പോലീസിനെ സമീപിച്ചത്. സരിതയുടെ തട്ടിപ്പിനെക്കുറിച്ച് മറ്റൊരു ബാങ്കിലെ ജീവനക്കാരിയോട് പാപ്പച്ചൻ പറഞ്ഞിരുന്നതായും പോലീസും കുടുംബത്തിനും വിവരം ലഭിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. ബാങ്ക് മാനേജറായിരുന്ന സരിത, ബ്രാഞ്ച് എക്സിക്യൂട്ടീവ് KP അനൂപ്, കൊട്ടേഷൻ സംഘാംഗങ്ങളായ അനിമോൻ, ഹാഷിഫ്, മാഹിൻ എന്നിവരാണ് കേസിൽ പിടിയിലായത്. തട്ടിപ്പ് പുറത്താകാതിരിക്കാൻ പാപ്പച്ചനെ കൊല്ലാൻ അനിമോന് സരിത കൊട്ടേഷൻ നൽകുകയായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തൽ. ന്യൂസ് 18 കൊല്ലം.